നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവം നമ്മളാരും മറന്നിട്ടില്ല. അതിനുശേഷം 26 CPM ഗുണ്ടകൾ റിമാൻഡിലായി. എല്ലാവരും ജാമ്യം നേടി പുറത്തിറങ്ങി. ജാമ്യ വ്യവസ്ഥ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പുവയ്ക്കണം എന്നുള്ളതാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ മിനിഞ്ഞാന്ന് അവിടെ എത്തിയ IP ബിനു അടക്കമുള്ള ഈ CPM ഗുണ്ടകൾ അവിടെ ഒപ്പിടാനെത്തിയപ്പോൾ അവിടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. പോലീസുകാർ ധരിച്ചിരുന്ന അതേ മുണ്ടിൻ്റെയും ഷർട്ടിൻ്റെയും നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമാണ് ഈ IP ബിനു അണിഞ്ഞിരുന്നത്. അത് വാങ്ങിയത് ഒരു പോലീസുകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേഷൻ്റെ ചുമതലയുള്ള SHO R പ്രശാന്ത്, അദ്ദേഹവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ R പ്രശാന്ത് ഇടതുപക്ഷവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ IP ബിനുവും ഈ ക്രിമിനൽ സംഘവും ചെണ്ട കൊട്ടുകയും ഊഞ്ഞാലാടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് അത്ഭുതമുണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പുമൊക്കെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് കുറേ എണ്ണത്തിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു, കുറേ മയക്കുമരുന്ന് പിടിക്കുന്നു. പോലീസുകാരുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്കാകുന്നു. പക്ഷേ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് സംഭവം വലിയ വിവാദമായതിനു ശേഷം പറഞ്ഞത് ഇവരുടെ ജാമ്യം, ഈ ഗുണ്ടകളുടെ ജാമ്യം റദ്ദാക്കാനായി കോടതിയെ സമീപിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. എന്തിനാണ് ഗുണ്ടകളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി പോലീസ് കോടതിയെ സമീപിക്കുന്നത്? അവരവിടെ എത്തിയപ്പോൾ അവർ ഒപ്പിട്ടിട്ട് അവർ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് ചെണ്ട കൊട്ടാനും ഊഞ്ഞാലാടാനുമുള്ള അവസരം വരെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പ്രതികളെക്കാൾ കുറ്റം ചെയ്തിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഭവം വിവാദമായപ്പോൾ ഈ കുറ്റം പ്രതികളുടെ മേൽ കെട്ടിവെച്ച് കൈയൊഴിയാനും കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല. പ്രതികളുടെ ആഘോഷത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു എന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം. ഇത് വിശദമായി അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സ്റ്റേഷനിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ചാണ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഓണാഘോഷത്തിന് പോലീസുകാർ ധരിച്ച അതേ നിറത്തിലുള്ള വേഷം അണിഞ്ഞാണ് ബിനുവും എത്തിയത്. എന്നാൽ ഈ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടത്തിയതിനെക്കുറിച്ച് സംഭവം വിശദമായി അന്വേഷിക്കുമെന്നും കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കും എന്നൊക്കെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതൊന്നും ഒരു ന്യായമല്ല. കാരണം നാളെ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 100 ദിവസങ്ങൾ തികയുകയാണ്. പോലീസ് ഇപ്പോഴും പിണറായി വിജയന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ചില കേസുകളുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പരാതിക്കാർക്കെതിരെ ഈ കേസ് എടുക്കാൻ പോലീസ് മടിക്കുന്നു. പിന്നെ പത്തനംതിട്ടയിൽ ഒരു കുട്ടിയുടെ വൃക്ഷണം ഞെരിച്ചുടച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സർക്കാരിനെ കളങ്കപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയന്റെ കാലത്ത് പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പോലീസിൽ പിടിമുറുക്കിയിരിക്കുന്നത് ഇടതുപക്ഷത്തെ അനുഭാവികളാണ്, പിണറായി വിജയനോട് കൂറുള്ളവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചുകൂട്ടി പോലീസിൽ വലിയ അപമതിപ്പുണ്ടാക്കി സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് ബോധ്യപ്പെടുത്തി എങ്ങനെയെങ്കിലും ആ പേരിലും കൂടി സർക്കാരിനെതിരെ രംഗത്തിറങ്ങാനാണ് ഇവരുടെയൊക്കെ തീരുമാനം. ജനങ്ങൾക്കും ആ ബോധ്യം വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി UDF സർക്കാർ ഓർക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങൾക്ക് പോലും ഇപ്പോൾ ഇക്കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും പിണറായി വിജയനോട് ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പല പദവികളും വഹിക്കുന്നത് എന്നുള്ളത് തീർത്തും ആശങ്കാജനകമാണ്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ അത് സർക്കാരിനെ പ്രതിച്ഛായ ബാധിക്കും. അത് ജനങ്ങളുടെ മനസ്സിലും അത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിട്ടോ ന്യായീകരിച്ചിട്ടോ റിപ്പോർട്ട് തേടിയിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. ഇതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ സർക്കാരിന് ഇത്തരത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.